ലോക്സഭയിൽ വഖഫ് നിയമ ഭേദഗതി ബില്ല് അവതരിപ്പിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു സംസാരിക്കുകയാണ്. കിരൺ റിജിജു എന്തുകൊണ്ട് ഇങ്ങനൊരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നു, സർക്കാർ എന്തുകൊണ്ട് കൊണ്ടുവരുന്നു, ഇത് ഏതെങ്കിലും മതത്തിനോ അവരുടെ വിശ്വാസങ്ങൾക്കോ എതിരല്ല എന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ കിരൺ റിജിജു പറയുന്നുണ്ട്. ഇപ്പോൾ അനൂപ് ദാസ് ചേരുന്നു. അനൂപ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നിയമ ഭേദഗതിക്ക് വേണ്ടി, അല്ലെങ്കിൽ നിയമ ഭേദഗതി എന്തിനു വേണ്ടി എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിന് വേണ്ടി കേന്ദ്രമന്ത്രി പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ബില്ല് അവതരിപ്പിച്ച് മന്ത്രി സംസാരിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ ഇതിലൊരു ക്രമപ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് NK പ്രേമചന്ദ്രൻ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ അവസരം നൽകുകയും ചെയ്തു സ്പീക്കർ. അതിൽ ചൂണ്ടിക്കാട്ടിയ കാര്യം JPCക്ക് ഇങ്ങനെ ഒരു ഭേദഗതി നിർദ്ദേശിക്കാനുള്ള അവകാശമില്ല. ഇവിടെ സംഭവിച്ചത് JPC മുന്നോട്ട് വെച്ച ഭേദഗതികൾ പാർലമെന്റിന്റെ ലോക്സഭയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരികയാണ്. അത് സാധ്യമല്ല, അങ്ങനെ ഒരു അധികാരം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ഇല്ല എന്ന് NK പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. അതിനുശേഷമാണ് വീണ്ടും സഭയിൽ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് കിരൺ റിജിജു സംസാരിക്കുന്നത്. കിരൺ റിജിജു പറയുന്നു, ഈ രാജ്യവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണിത്, ഏതെങ്കിലും മതത്തിന് എതിരായിട്ടുള്ള ബില്ലല്ല ഇത്. ഇപ്പോൾ മാത്രമല്ല, ഈ മോദി സർക്കാർ മാത്രമല്ല ഇങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവരുന്നത്, നേരത്തെ UPA സർക്കാരും ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഗുണപരമായ മാറ്റമാണ് ഞങ്ങളുടെ സർക്കാർ കൊണ്ടുവരുന്നത് എന്ന് വിശദീകരിക്കുകയാണ് ഇപ്പോൾ മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ പ്രതിപക്ഷത്ത് നിന്ന് പ്രത്യേകിച്ച് കോൺഗ്രസ് അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് വലിയ പ്രതിഷേധം ഉന്നയിക്കുന്നു. മന്ത്രി പറയുന്നതെല്ലാം കളവാണ്, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഏറ്റവും മോശം നിയമമെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെല്ലാം തെറ്റാണ്, വിശദമായ ചർച്ചയോടുകൂടിയാണ് ഇങ്ങനെയൊരു ബില്ല് അവതരിപ്പിക്കുന്നത്. നേരത്തെ പ്രതിപക്ഷം പറഞ്ഞിട്ടാണ് ഈ ബില്ല് കഴിഞ്ഞ ആഗസ്റ്റ് മാസം 8-ാം തീയതി JPCക്ക് വിട്ടത്. അങ്ങനെ JPCക്ക് വിട്ട ശേഷം 284 സംഘങ്ങളും 25 സംസ്ഥാന വഖഫ് കൗൺസിലുകളും ഇതുമായി ബന്ധപ്പെട്ട ഭേദഗതി നിർദ്ദേശങ്ങളും മറ്റും JPCക്ക് മുന്നിൽ കൊണ്ടുവന്നു. അതെല്ലാം പരിഗണിച്ച് ചർച്ച ചെയ്താണ് ബില്ല് വീണ്ടും സഭയിലേക്ക് കൊണ്ടുവന്നത് എന്ന് കിരൺ റിജിജു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ ഇത്രയും ചർച്ചയോടുകൂടി ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കോൺഗ്രസിന്റെ കാലത്ത് അങ്ങനെയായിരുന്നില്ല, വെറുതെ പേരിന് വേണ്ടി മാത്രം കമ്മിറ്റികൾ വെക്കുകയായിരുന്നു കോൺഗ്രസ് എന്ന് മന്ത്രി വിമർശിക്കുകയും ചെയ്തു. ഇതൊക്കെ വലിയ പ്രതിഷേധം ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഉയരാൻ കാരണമായി. ഒപ്പം തന്നെ പ്രതിപക്ഷം കള്ളങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് കിരൺ റിജിജു പറയുന്നു. അതേസമയം തന്നെ ഭരണപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് സ്പീക്കർ പ്രതിപക്ഷത്തിനെതിരെ സംസാരിക്കുന്നത് കാണാൻ കഴിയുമായിരുന്നു. അതായത് സഭയുടെ അന്തസ്സ് പ്രതിപക്ഷം കാത്തു സൂക്ഷിക്കണം, ഇത് ഇന്ത്യൻ പാർലമെന്റ് ആണ്, ആ നിലയിൽ പെരുമാറണം, ഇരുന്നു കൊണ്ട് കമന്ററി എടുക്കാൻ പാടില്ല, നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്ത് വേണം സംസാരിക്കാൻ എന്ന് സ്പീക്കർ പറയുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ആർക്കും ബില്ലിനെ ചോദ്യം ചെയ്യാനാകില്ല. ഇത് നേരത്തെയും ഭേദഗതി ചെയ്തിട്ടുള്ളതാണ്. കളവ് കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നുള്ളതാണ് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി കിരൺ റിജിജു പറഞ്ഞത്.